ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പവിത്ര നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ ഭാഗം 88 പ്രവൃത്തികൾ 13 അധ്യായം വാക്യം 32 മുതൽ 34 വരെയുള്ള ഭാഗത്ത് യേശുവിന്റെ പുനരുത്ഥാനം ദൈവ വാഗ്ദാനത്തിന്റെ തെളിവ് എന്ന് നാം ധ്യാനിച്ചു. ഇന്ന് ഭാഗം 89 പ്രവൃത്തികൾ 13 അധ്യായം 35 മുതൽ 30 വരെയുള്ള 39 വരെയുള്ള വാക്യങ്ങൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു സങ്കീർത്തനത്തിലും 35 വാക്യത്തിൽ നിന്നും വായിക്കുന്നു, മറ്റൊരു സങ്കീർത്തനത്തിലും നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ നീ വിട്ടുകൊടുക്കുകയില്ല എന്ന് പറഞ്ഞു. സങ്കീർത്തനം 16:10 പറഞ്ഞിരിക്കുന്ന വാക്യം ഇവിടെ പ്രതിപാദിച്ചിരിക്കും. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയും. ഇത് ദാവീദ് പരിശുദ്ധാത്മാവിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി മുൻകണ്ട് പറഞ്ഞിരിക്കുന്നു. കാരണം ദാവീദ് മരിച്ച ദ്രവത്വം കണ്ടു. പത്രോസ് ഈ വാക്യം പ്രവൃത്തികൾ 2:25-31 വരെയുള്ള ഭാഗത്ത് പ്രകാരം പ്രതിപാദിച്ചിരിക്കുന്നു. ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കും. അവൻ എൻ്റെ വലഭാഗത്ത് ഇരിക്കിയാൽ ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ നാവ് ആനന്ദിച്ച് എൻ്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല. നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ചു, നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണനാക്കുമെന്ന് ദാവീദ് അവനെ കുറിച്ച് പറയുന്നുണ്ട്. സഹോദരന്മാരായ പുരുഷന്മാരെ, ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച് അവൻ മരിച്ച് അടക്കപ്പെട്ടു എന്ന് എനിക്ക് നിങ്ങളോട് ധൈര്യമായി പറയാം. അവന്റെ കല്ലറ ഇന്നുവരെ നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ അവൻ പ്രവാചകനാകിയാൽ ദൈവം അവന്റെ കടിപ്രദേശത്തിന്റെ ഫലത്തിൽ നിന്ന് ഒരുത്തനെ അവന്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് തന്നോട് സത്യം ചെയ്ത് ഉറപ്പിച്ചു എന്നറിഞ്ഞിട്ട് അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല. അവന്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിനെ പുനരുത്ഥാനം മുൻപ് കൂട്ടി കണ്ട് പ്രസ്താവിച്ചു. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന സത്യാവസ്ഥ നാം തിരുവചനത്തിലൂടെ മനസ്സിലാക്കും. വാക്യം 36 പറയുന്നു, ദാവീദിന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് സൂക്ഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ചു തന്റെ പിതാക്കന്മാരോട് ചേർന്ന് ദ്രവത്വം കണ്ടുപോയി. ദാവീദിന്റെ ജീവിതകാലത്ത് ദൈവത്തിന്റെ ആലോചനയ്ക്ക് സൂക്ഷ ചെയ്തു ഇഹലോകവാസം വിട്ട് നിദ്ര പ്രാപിച്ചു. 1 രാജാക്കന്മാർ 2:10 അത് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. പിന്നെ ദാവീദ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ച് ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. അതെ, നാം ഓരോരുത്തരും ദൈവത്തിന്റെ ആലോചനയ്ക്ക് യഥാർത്ഥ ശുശ്രൂഷ ചെയ്യുന്നവരായിത്തീരണം. ആ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണം മാത്രം നമ്മുടെ ജീവിത ലക്ഷ്യം ആയിത്തീരണം. വാക്യം 30 പറയുന്നു, ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവനോ ദ്രവത്വം കണ്ടില്ല. ദാവീദിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം മരിച്ച് ദ്രവത്വം കണ്ടു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ദ്രവത്വം കണ്ടില്ല എന്ന് നാം തിരുവചനത്തിൽ കൂടി ഗ്രഹിക്കുന്നു. ക്രിസ്തു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ശേഷം 100 കണക്കിന് ആളുകൾക്ക് പ്രത്യക്ഷനായി 40 ദിവസം അവർക്ക് തുടർച്ചയായി പ്രത്യക്ഷപ്പെടുകയും സംസാരിക്കുകയും അവരോടുകൂടെ ഭക്ഷിക്കുകയും താൻ ജീവിച്ചിരിക്കുന്നു എന്ന് പൂർണ്ണമായി അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. 1 കൊരിന്ത്യർ 15:5-6 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, പിന്നെ 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരം അവൻ 500-ൽ അധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കപേരും ഇന്നുവരെ ജീവനോടെ ഇരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. യോഹന്നാന്റെ ശേഷം 21-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, അതിന്റെ ശേഷം യേശു പിന്നെയും തിബെരിയസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു. ശീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലയിലുള്ള കാനായിലെ നഥനയേലും ശെബെദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിന്റെ വലത്തുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി, മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശീമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകിയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം ദൂരത്തല്ലായകയാൽ
മീൻ നിറഞ്ഞ വല ഇഴച്ചും കൊണ്ട് ചെറിയ പടകിൽ വന്നു. കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. ശീമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു അവരോട്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവേൻ എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് അറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഓരോരുത്തരും നീ ആരെന്ന് അവനോട് ചോദിപ്പാൻ തുനിഞ്ഞില്ല. യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു. മീനും അങ്ങനെ തന്നെ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി എന്ന് നാം വായിക്കും. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മോനായ ശീമോനെ, നീ വീരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് അവൻ അവരോട് പറഞ്ഞു. രണ്ടാമത് അവനോട്, യോഹന്നാന്റെ മോനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ ആടുകളെ പാലിക്ക എന്ന് അവനോട് പറഞ്ഞു. മൂന്നാമത് അവനോട്, യോഹന്നാന്റെ മോനായ ശീമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, എൻ്റെ ആടുകളെ മേയ്ക്ക. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരൻ ആയിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്കിഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതിനാൽ അവൻ ഇന്ന വിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് അവൻ സൂചിപ്പിച്ചു. ഇത് പറഞ്ഞിട്ട് എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. പത്രോസ് തിരിഞ്ഞ് യേശു സ്നേഹിച്ച ശിഷ്യൻ പിരിൽ ചെല്ലുന്നത് കണ്ട താഴത്തിൽ അവൻ്റെ നെഞ്ചോട് ചാഞ്ഞുകൊണ്ട്, കർത്താവേ, നിന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ആർ എന്ന് ചോദിച്ചത് ഇവൻ തന്നെ. അവനെ പത്രോസ് കണ്ടിട്ട്, കർത്താവേ, ഇവന് എന്ത് ഭവിക്കുമെന്ന് യേശുവിനോട് ചോദിച്ചു. യേശു അവനോട്, ഞാൻ വരുവോളും അവൻ ഇരിക്കണമെന്ന് എനിക്കിഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കെന്ത്? നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. ആകയാൽ ശിഷ്യൻ മരിക്കയില്ല എന്നൊരു സ്തുതി സഹോദരന്മാരുടെ ഇടയിൽ പരന്നു. യേശു, അവൻ മരിക്കയില്ല എന്നല്ല, ഞാൻ വരുവോളും ഇവൻ ഇരിക്കണമെന്ന് എനിക്കിഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കെന്തെന്ന് അത്രേ അവനോട് പറഞ്ഞു. ഈ ശിഷ്യൻ ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവനും ഇത് എഴുതിയവനുമാകും. അവൻ്റെ സാക്ഷ്യം സത്യമെന്ന് ഞങ്ങൾ അറിയുന്നു. യേശു ചെയ്ത മറ്റ് പലതുമുണ്ട്. അത് ഓരോന്നായി എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു. വാക്യം 38-39 നാം വായിക്കുന്നു, ആകയാൽ സഹോദരന്മാരെ, ഇവൻ മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നുവെന്ന് മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്നവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നു എന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. പൗലോസ് അന്ത്യോക്യയിൽ വെച്ച് 2 വിധത്തിലുള്ള ദൈവീയ അനുഗ്രഹങ്ങളെ വെളിപ്പെടുത്തുകയാണ്. ഒന്ന്, ക്രിസ്തുയേശുവിൻ്റെ മരണ പുനരുത്ഥാനത്താൽ കർത്താവിൽ കൂടി നമുക്ക് പാപങ്ങളുടെ മോചനം പ്രാപിക്കാമെന്ന സത്യം. യെരമ്യാ പ്രവാചകന്റെ 31-34 വാക്യത്തിൽ നാം വായിക്കുന്നു, ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃത്തം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാപം ഇനി ഓർക്കുകയുമില്ല എന്ന യഹോവയുടെ അരുളപ്പാട്. എബ്രായ ലേഖനം 8:12 നാം വായിക്കുന്നു, ഞാൻ അവരുടെ അകൃത്യങ്ങളെക്കുറിച്ച് കരുണയുള്ളൂ ആകും, അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. രണ്ടാമതായി, ന്യായപ്രമാണത്തിലൂടെ പ്രാപിക്കാൻ കഴിയാത്ത നീതീകരണവും പാപക്ഷമയും കർത്താവായ യേശു ക്രിസ്തുവിലൂടെ കൃപയാൽ നീതീകരിക്കപ്പെടുകയും പാപമോചനം പ്രാപിക്കുകയും ചെയ്യും. ദൈവസന്നിധിയിൽ നമ്മൾക്ക് നിൽപ്പാൻ തക്കവണ്ണം പുതുജനനത്തിൻ്റെ അവസ്ഥ നമ്മളിൽ ഉളവാക്കി നമ്മെ നീതീകരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് മഹത്വം നമുക്ക് കരയട്ടെ. ദൈവം നീതീകരിച്ചവനെ ആർക്ക് കുറ്റം ചുമത്തുവാൻ സാധിക്കുമെന്ന് റോമാലേഖനത്തിൽ 8:31 പറയുന്നു. ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം. യെശയ്യാ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. യെശയ്യാപ്രവചനം 53:11 നാം വായിക്കുന്നു, അവൻ തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും, അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും.
മശിഹായുടെ ക്രൂശിലെ കഷ്ടത ദൈവീയ ഉദ്ദേശത്തെ നിറവേറ്റുകയും വിശ്വസിക്കുന്ന ഏവർക്കും അത് രക്ഷയായി തീരുകയും ചെയ്യും. നീതീകരിക്കപ്പെട്ടവർക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വിശ്വാസത്താൽ ഉളവാകുന്ന നീതീകരണം വിശ്വാസിയിൽ പലവിധ ഫലങ്ങൾ ഉളവാക്കും. ദൈവത്തോട് സമാധാനം, കൃപ, പ്രത്യാശ, ഉറപ്പ്, കഷ്ടങ്ങൾ സഹിപ്പാൻ സഹിഷ്ണുത, ദൈവസ്നേഹം, പരിശുദ്ധാത്മാവ്, കോപത്തിൽ നിന്നുള്ള ആത്മരക്ഷ, ദൈവത്തോടുള്ള നിരപ്പ്, യേശുക്രിസ്തുവിന്റെ ജീവനാലും സാന്നിധ്യാലുമുള്ള രക്ഷ, ദൈവത്തിലുള്ള സന്തോഷം എന്നിവ പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 5:1-11 ഭാഗത്ത് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കും. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. ഗുണവാനു വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവൻ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്നും രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രന് മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും. അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യും. സുവിശേഷം ഇഹലോകത്തുള്ള സർവ്വ മാനവജാതിക്കുമായി നിത്യരക്ഷയുടെ ദൈവിക സന്ദേശമായി ഘോഷിക്കപ്പെടുന്നു. എന്തുകൊണ്ടെന്നാൽ, ഒന്ന്, ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 3:16-17 വാക്യത്തിൽ പറയുന്നു, തൻ്റെ ഏകജാതന പുത്രനിൽ കൂടെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്ര. 1 യോഹന്നാൻ 4:7-10 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു. തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചു തന്നെ സാക്ഷാൽ സ്നേഹമാകും. മനുഷ്യജാതിക്കായുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തെയും ഹൃദയത്തെയും ഉദ്ദേശത്തെയും കരുതലിനെയും വെളിപ്പെടുത്തും. രണ്ടാമതായി സർവ്വ ലോകത്തിൻ്റെയും പാപത്തിന് പ്രായശ്ചിത്തം. 1 യോഹന്നാൻ 2:2 അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെ പാപത്തിന് തന്നെ. ദൈവം തൻ്റെ പുത്രനെ സർവ്വ മാനവരാശിയുടെയും പാപത്തിന് പരിഹാരമായി യാഗമായി ക്രൂശിൽ നൽകി. ദൈവ കൃപയാൽ മനുഷ്യന്റെ പാപത്തിനെതിരെ ദൈവത്തിന്റെ നീതിയുള്ള ന്യായവിധിയെ തൃപ്തിപ്പെടുത്തുവാൻ മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള ശിക്ഷ യേശു തൻ്റെ മേൽ വഹിച്ചു എന്നതാണ് പ്രായശ്ചിത്തം. അതിനാൽ ലോകമെമ്പാടുമുള്ള സകലർക്കും ഇപ്പോൾ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പാപക്ഷമ വാഗ്ദാനം ചെയ്തു. പശ്ചാത്താപത്തിലും വിശ്വാസത്തിലും ക്രിസ്തു യേശുവിലേക്ക് പൂർണ്ണ മനസ്സോടുകൂടി തിരിയുന്നവർ അത് നിശ്ചയമായി പ്രാപിക്കുന്നു. മൂന്നാമതായി, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷ പ്രാപിക്കുന്നു. പ്രവൃത്തികൾ 2:21 എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവരും രക്ഷിക്കപ്പെടുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. ദൈവപുത്രന്റെ നാമത്തിൽ നാം വിശ്വസിക്കുന്നുവെങ്കിൽ നമുക്ക് നിത്യജീവൻ ഉറപ്പാണ്. 1 യോഹന്നാൻ 4:15 പറയുന്നു, യേശു ദൈവപുത്രനെന്ന് സ്വീകരിക്കുന്നവരിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. 1 യോഹന്നാൻ 5:1-5 വാക്യങ്ങൾ പറയുന്നു, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നു? റോമാലേഖനം 10:13 കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുന്നുണ്ടല്ലോ. ഓർത്തിരിക്കുക, നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുവാൻ അയക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ ദൈവത്തിൻ്റെ പുത്രനെന്ന സ്വന്തം രക്ഷിതാവെന്നും പൂർണ്ണമായി ഏറ്റുപറയുന്ന തീവ്ര വിശ്വാസം
കൂടാതെ നിത്യജീവനോ രക്ഷയുടെ ഉറപ്പോ ആർക്കും ഉണ്ടാകുന്നതല്ല. നാലാമതായിട്ട്, എൻ്റെ അടുക്കൽ വരുന്നവരെ ഒരു നാളും ഞാൻ തള്ളിക്കളയയില്ല. യോഹന്നാൻ സുവിശേഷം 6:37 പറയുന്നു, പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ശരിയായ അനുതാപത്തോടും വിശ്വാസത്തോടും കൂടി യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വരുന്ന ഏവരെയും കർത്താവ് സ്വാഗതം ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്യുമെന്ന് യേശു വാഗ്ദാനം ചെയ്യുന്നു. സർവശക്തനായ ദൈവം മനുഷ്യർക്ക് നൽകിയ കൃപയോടുള്ള പ്രതികരണമായിട്ടാണ് ജനം യേശുവിൻ്റെ അടുക്കൽ വരുന്നത്. ദൈവത്തിൻ്റെ കൃപ രക്ഷാദാനം. എന്നാൽ വിശ്വാസത്തിൻ്റെ പ്രതികരണം മുഖാന്തരം മാത്രമേ മനുഷ്യന് അത് സ്വന്തമാക്കുവാൻ കഴിയുള്ളൂ. അഞ്ചാമതായി, ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന ഏവനും പ്രാപ്യമാണ്. റോമാലേഖനം 3:21 ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന ഏവർക്കും യേശു ക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കും. രക്ഷയ്ക്കായി ദൈവം ആവശ്യപ്പെടുന്ന ഒരേ ഒരു നിബന്ധന യേശു ക്രിസ്തുവുള്ള വിശ്വാസം. ആറാമതായി, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നീതീകരണം. പ്രവൃത്തികൾ 13:39 മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നുവെന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. റോമാലേഖനം 4:24-25 നമ്മെ വിചാരിച്ചും കൂടെ ആകുന്നു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകയാൽ തന്നെ. റോമാലേഖനം 5:16-19 വരെ വായിക്കുന്നു, ഏകൻ പാപം ചെയ്തതിൻ്റെ ഫലവും ദാനത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. ഏകനെ പാപശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു. കൃപാവരമോ അനേകം ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായ ജീവനിൽ വാഴും. അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാവുകളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായിത്തീരും. നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ജീവൻ, സാന്നിധ്യം, കൃപ എന്നിവ കൂടാതെ നീതീകരണം നിലനിൽക്കുന്നില്ല. നീതീകരണം ഭൂതകാലത്തിലെ ഒറ്റപ്പെട്ട നിയമപരമായ പ്രവൃത്തിയല്ല. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിൽ ജീവകാരണമായ നീതീകരണമാണ്. സകല ജനത്തിനും വേണ്ടിയുള്ള ജീവകാരണമായ നീതീകരണം വ്യക്തിപരമാണ്. വ്യക്തികൾ ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുകയും കൃപ, ജീവൻ, യേശു ക്രിസ്തുവിലുള്ള നീതി എന്ന ദാനം എന്നിവ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അത് അവരിൽ യാഥാർത്ഥ്യമാക്കപ്പെടും. എന്നാൽ ഒരുവൻ ക്രിസ്തു യേശുവിനെ നിരാകരിക്കുമ്പോൾ ശിക്ഷാവിധി ഓരോ വ്യക്തിക്കും യഥാർത്ഥമായി വരും. ഏഴാമതായിട്ട്, ക്രിസ്തു യേശുവിനെ കൈക്കൊള്ളുന്ന ഏവനും ദൈവമക്കളാ. യോഹന്നാൻ സുവിശേഷം 1:12 പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. എബ്രായലേഖൻ പറയുന്നു 7:25, അതുകൊണ്ട് ഞാൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകും. രക്ഷണ്യ വിശ്വാസം എന്നത് ഒരു വ്യക്തിയുടെ പ്രവൃത്തിയാണ്. യഥാർത്ഥ വിശ്വാസം യേശുവിലും അവൻ്റെ വീണ്ടെടുപ്പിൻ പ്രവൃത്തിയിലുമുള്ള ഒരു നിശ്ചലമായ വിശ്വാസമല്ല, പിന്നെയും അത് സ്നേഹപൂർണവും സ്വയം ത്യജിക്കുന്നതുമായ ഒരു സമർപ്പണമാണ്. കർത്താവും ദൈവവുമായി ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ അത് അവനെ പ്രേരിപ്പിക്കുന്നു. ദൈവമക്കളെ, ദൈവിക വെളിച്ചം നമുക്ക് പകർന്നു തരുന്നത് വചനത്തിലൂടെയാണ്. ഇന്ന് നാം ദൈവത്തെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ, വചനാനുസൃതമായി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ നാം എപ്പോഴും ഓർത്തിരിക്കണം, ദൈവം നമ്മൾക്ക് നൽകുന്ന അവസരമാണ്. ഈ അവസരങ്ങൾ നാം തക്കത്തിൽ ഉപയോഗിക്കേണ്ടത് അനിവാര്യമാണ്. കാര്യം രക്ഷ അനിവാര്യമാണ്. ആ രക്ഷ ഓരോ വ്യക്തികളിലും വ്യാപരിക്കേണ്ടതാണ്. ആ രക്ഷയുടെ അനുഭവം ഓരോ വ്യക്തികളും ഏറ്റുകൊള്ളേണ്ടതാണ്. ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും ആ സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് നിത്യരക്ഷ പ്രാപിക്കുവാൻ സാധിക്കും. അതിനാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ആയുസ് അതെപ്പോൾ കടന്നു പോകുമെന്ന് നമ്മൾ അറിയുന്നില്ല. എങ്കിലോ നമുക്കിന്ന് ദിവസം, അത് ഈ നിമിഷം, അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ദൈവത്തോട് ഒരുമയോടുകൂടി ജീവിപ്പാൻ തക്കണം, തന്നെ സ്വീകരിപ്പാൻ തക്കണം. ദൈവസന്നിധിയിൽ അനുകമ്പയോട്, താഴ്മയോട്, വിനയത്തോട്, എളിമയോട് ജീവിത
തുടരുവാൻ തക്കവണ്ണം ദൈവം തരുന്ന ആയുസ്സിൻ്റെ അന്ത്യം വരെയും ആ നിർമ്മല ജീവൻ നയിപ്പാൻ തക്കവണ്ണം ഇവിടെ ആയിത്തീരട്ടെ. നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ.